ഹായ് ഹലോ നമസ്കാരം. ബേജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് അല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, മറിച്ച് റിവിഷൻ ടെസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പലതവണകളായിട്ട് പലതിൻ്റെയും റിവിഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗതാഗതം എന്ന് പറയുന്ന മേഖലയുടെ റിവിഷൻ ടെസ്റ്റാണ്. ഗതാഗതം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് റിവിഷൻ ടെസ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിവിഷൻ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്. അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം അറിയുന്നത് എഴുതുക, അറിയാത്തത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. കാരണം പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ. ഇപ്പോൾ ഗതാഗത മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിവിഷൻ ടെസ്റ്റ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിക്കോളൂ. 20 ചോദ്യമാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ MCQ എല്ലാം നിങ്ങൾ പോളെല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫെയർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ലിങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് അത് പിൻ ചെയ്തിടാം. അതിനകത്ത് എന്ത് ചെയ്യാൻ മതി, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ച് ഇന്നാണ് ഏപ്രിൽ 8-ാം തീയതി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് 19ാമത് LPUP ക്രാഷ് ബാച്ചാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. പുതിയ ബാച്ചാണ്. ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോളൂ, നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് ബുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ റിവിഷൻ ടെസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. നോക്കുക, ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഇട്ട് എഴുതിക്കോളൂ. ഇതിനകത്ത് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ എഴുതുക, അറിയാത്ത സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അവസാനം മാർക്ക് കമൻറ്റ് ചെയ്യുക മറക്കരുത്. എത്രയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു, സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നോക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാതകളുടെ നവീകരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇതിനകത്ത് നമ്മൾ ജലഗതാഗതമുണ്ട്, റോഡ് ഗതാഗതമുണ്ട്, വ്യോമഗതാഗതമുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. പല സ്ഥലത്തുനിന്നും. എന്നാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടതുണ്ടാവില്ല, കേൾക്കാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ. കാരണം എല്ലാം റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ നവീകരണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുഴുവൻ ഗ്രാമപ്രദേശങ്ങളുമെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ് ക്വസ്റ്റ്യൻ? മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തേത്, റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന റോഡ് ഏതാണ്? ആ റോഡിൻ്റെ ഒരു പേരുണ്ട്, ആ പേര് കൃത്യമായിട്ട് എഴുതണം. റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന റോഡ് ഏതാണ്? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? 4 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും എഴുതിയിട്ടില്ല, ആലോചിക്കാൻ സമയം വേണ്ടവർ, കാരണം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആലോചിച്ചെഴുതണം. ആലോചിച്ചെഴുതിയാൽ മതി, നോക്കി എഴുതരുത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സമയം എടുത്ത് എഴുതിക്കോളൂ, പോസ് ചെയ്തോളൂ, ഒരുപാട് സമയം എടുക്കരുത്. നമ്മൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? അടുത്തത് 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ഓക്കെ, അതുപോലെ ഇന്ത്യൻ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഇന്ത്യൻ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഇവിടെയായി. ഇപ്പോൾ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, 8 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. അടുത്ത 9, ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണ്? ഓക്കെ, ആലോചിച്ച് എഴുതിയാൽ മതി. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ബേസായിട്ട് പഠിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അടുത്തത്,
ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ അവസാനമായിട്ട് റെയിൽവേ ലൈൻ നിലവിൽ വന്നൊരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരേതാണ്? അപ്പോൾ അങ്ങനെ എന്തായി? 12 എണ്ണമായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? 14 വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? 15 തുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷം? തുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 16 ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തിയ വർഷം? ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തിയ വർഷം എപ്പോഴാണ്? അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. 17 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അതുപോലെ 18 ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? 19 റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? എഴുതിയോ? അടുത്തത് കറാച്ചിക്കും ജോധ്പൂരിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിൻ ഏതാണ്? കറാച്ചിക്കും ജോധ്പൂരിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിൻ ഏതാണ്? അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സമയമുള്ളവരെന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ചിലത് ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കും. ഇപ്പോൾ ഗതാഗതം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു റിവിഷൻ ടെസ്റ്റൊക്കെ നടത്തുന്നത്. അതും റാൻഡം ആയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നതും ആ ടോപ്പിക്കിൽ നിന്ന് റാൻഡം ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ റിവിഷൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഇല്ലാതെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്ന് അറിയണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഉത്തരങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ കറക്റ്റ് ഞാൻ ഇതിനകത്തുള്ള പോലെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങളുടെ ഉത്തരം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഉത്തരമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ എഴുതിയ പോലെ തന്നെ എഴുതണം എന്നല്ല പറഞ്ഞത്. നമ്മളിതിനകത്ത് ഇഷ്ടമായിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എഴുതിയ ഉത്തരം അതിൻ്റെ ആൻസറായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്കത് ശരിയായിട്ടുള്ള മാർക്ക് ഇടാം. നമ്മൾ ആൻസേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ നോക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ നവീകരണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ്? 1998 വന്നിട്ടുള്ളത്. ആ വർഷം ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് ഇട്ടോളൂ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകൾ, അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പഠിച്ചോളൂ. ഇനി അടുത്തത് രണ്ടാമത്തെ, മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ് മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത് നോക്കൂ, റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന റോഡാണ് രാജ്പത്ത് റോഡാണ്. അത് ന്യൂഡൽഹിയിലാണുള്ളത്. നിങ്ങളത് രാജ്പത്ത് റോഡ് തന്നെ എഴുതണം. ന്യൂഡൽഹിയിൽ നിന്ന് എഴുതിയ മാർക്കില്ല, ജസ്റ്റ് അത് ന്യൂഡൽഹിയിൽ നമ്മൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. രാജ്പത്ത് റോഡ് മൂന്നാമത്തെ ആൻസർ. 4 ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ, അത് കിട്ടിയല്ലോ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ആറാമത്തേത്, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസിലാർ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം. ഇനി ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാതയാണെങ്കിൽ ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്ററാണ്. കിലോമീറ്റർ ഒന്നും എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബോംബെ ടു താനെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇടാം. അടുത്ത 8ാമത്തെ, ഇന്ത്യൻ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം അത് സിക്കിമാണ്. ഇന്ത്യൻ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് സിക്കിമാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. അതങ്ങനെ തന്നെ എഴുതണം. അടുത്ത 10ാമത്തെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-44 ആണ്. പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം.
ഇനി ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം മേഘാലയയിലാണ്. ഇന്ത്യയിൽ അവസാനമായിട്ട് റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ മേഘാലയയാണ്. ഓക്കെ, അടുത്ത 13 ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ഡെക്കാൻ ക്വീൻ. ഡെക്കാൻ ക്വീൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിന്. പിന്നീട് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ സെൻട്രലാണ്. ഓക്കെ, മുംബൈ സെൻട്രൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത് തുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷം 2009 കേട്ടോ. 2009 തുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത് 16 ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തിയത് 1924 1924 ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് 17 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ മലയാളി കൂടിയാണ് ജോൺ മത്തായി. ഇന്ത്യൻ റെയിൽവേ അല്ലേ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ജോൺ മത്തായി ആണ്. പിന്നീട് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. ഇനി റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ അത് അക്വർത്ത് കമ്മീഷൻ. അടുത്തത് കറാച്ചിക്കും ജോധ്പൂരിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിനാണ് താര എക്സ്പ്രസ്. കറാച്ചിക്കും ജോധ്പൂരിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിനാണ് താര എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഗതാഗതം എന്ന് പറയുന്നതിൻ്റെ മേഖലയിൽ നിന്ന് നമ്മളിപ്പോൾ ചോദിച്ചത്. ഇതിനകത്ത് നിങ്ങൾക്ക് റെയിൽ ഗതാഗതം വന്നിട്ടുണ്ട്, റോഡ് ഗതാഗതം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ വ്യോമഗതാഗതങ്ങളും അതുപോലെ തന്നെ ജലഗതാഗതത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്, റിവിഷൻ തരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര എണ്ണം ശരിയായി, ഞാൻ ഏതുവരെ പഠിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്മുടെ പുതിയ ബാച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടുള്ള LPUPയുടെ 19ാമത്തെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്രാഷ് ബാച്ചാണ്. ഓരോ ദിവസവും എല്ലാ മേഖലകളും പഠിക്കാനുണ്ടാവും, കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഈ പറയുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും പോളും ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും ക്ലാസ്സുകളും ലഭിക്കാനായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ലിങ്ക് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഈ പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ ചാറ്റിലും ക്ലാസ് വന്നതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.